ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റായിട്ട് പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനകത്ത് ഞാൻ നോർമലി ഉപയോഗിക്കാറുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടൂൾസൊക്കെ മാക്സിമം ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ എല്ലാ ടൂൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലെയിൻ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നോർമലി പ്ലേ ചെയ്യാനായിട്ട് സ്പേസ് ബാറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി റിവേഴ്സ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെ ക്ലിക്ക് ചെയ്യാം. ഇനി ഫോർവേഡ് പ്ലേ ചെയ്യാനായിട്ട് എൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പോസ് ചെയ്യാനായിട്ട് കെയോ അല്ലെങ്കിൽ സ്പേസ് ബാറോ യൂസ് ചെയ്യുക. നമുക്കിനി 2x സ്പീഡിൽ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ 2 വട്ടം ക്ലിക്ക് ചെയ്യുക. അതുപോലെ 4x സ്പീഡിൽ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ 3 വട്ടം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബാക്ക്വേർഡ് പ്ലേ ചെയ്യാനായിട്ടും. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഈ കൾസർ വെച്ച ഈ പോർഷൻ തൊട്ട് ഇവിടം വരെ കട്ടാക്കി കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ടായിട്ട് പോകും. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ കട്ടാക്കണമെങ്കിൽ നമ്മൾ കൾസർ കൊണ്ടുവെക്കുക. അതിൻ്റെ ഇത്രയും ഭാഗം കളയാനായിട്ട് നമ്മൾ W ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇതുപോലെ ഓഡിയോ കട്ടായി പോകണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോൻ്റെ ട്രാക്ക് ലോക്ക് ചെയ്ത് വെക്കുക. വെഡ്ഡിംഗ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ Wയും Qയും ഈ 2 ഷോർട്ട് കട്ട്സും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ പോയിൻ്റ് കൊടുക്കാനായിട്ട് I ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഔട്ട് പോയിൻ്റ് കൊടുക്കാനായിട്ട് O ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ ഇൻ പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് I ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഔട്ട് പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് O ക്ലിക്ക് ചെയ്യുക. ഇനി സെലക്ഷൻ ക്ലിയർ ചെയ്യാനായിട്ട് Ctrl Shift X ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പ് മാത്രം വർക്ക് ഏരിയയിൽ സെലക്ട് ചെയ്യണം. അതായത് ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് X ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ക്ലിപ്പ് ഇനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് E ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസേബിൾ ആവും. ഒന്നും കൂടെ ഷിഫ്റ്റ് E ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇനേബിൾ ആവും. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയും ഓഡിയോയും ലിങ്ക്ഡ് ആണ്. നമുക്കിനി ഇത് അൺലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്യാനായിട്ട് Ctrl L ക്ലിക്ക് ചെയ്യുക. ഇനി അത് നമുക്ക് ആദ്യം ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 ക്ലിപ്പും സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl L തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് Ctrl R ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ക്ലിപ്പ് സൈഡിലേക്കോ മുകളിലേക്കോ ഒക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് Ctrl M ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിംഗ് പാനൽ ഓപ്പൺ ആവും. നമുക്ക് റാൻഡമായിട്ട് ക്ലിപ്പ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമുക്കിപ്പം നോർമലി ക്ലിപ്സൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും മതി. ഇനി നമ്മളിപ്പോൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതെന്നാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലിപ്സിൻ്റെയും ജോയിൻറ്റ്സ്, അതായത് നമ്മളിപ്പം ട്രാൻസിഷൻസൊക്കെ കൊടുക്കുന്ന എല്ലാ ജോയിൻറ്റ്സും സെലക്ട് ആവും. നമുക്ക് അവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലൈ ഡീഫാൾട്ട് ട്രാൻസിഷൻസ് എന്ന് കൊടുത്താൽ എല്ലാ ജോയിൻറ്റ്സിലും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ജോയിൻറ്റ്സിലും ഡീഫാൾട്ട് ട്രാൻസിഷൻസ് അപ്ലൈ ആവും. നമുക്കിനി ടൈം ലൈനിൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ടും ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ മൗസിൻ്റെ റോൾ ചെയ്താൽ മതി. നമുക്ക് ടൈം ലൈനിൽ ട്രാക്സ് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ മൗസിൻ്റെ റോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രാക്സ് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത വിൻഡോ എക്സ്പാൻഡ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത പാനൽ ഏതാണോ അത് ഫുൾ സ്ക്രീനിൽ എക്സ്പാൻഡ് ആവും. നമുക്കിപ്പോൾ ഇതിൽ ഒരു ട്രാക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ മൗസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാക്ക് എക്സ്പാൻഡ് ആവും. അതുപോലെ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മിനിമൈസ് ആവും. അതുപോലെ നമുക്ക് എല്ലാ വീഡിയോ ട്രാക്സും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോ ട്രാക്സും എക്സ്പാൻഡ് ആവും. അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യാനും സെയിം ചെയ്താൽ മതി. അതെല്ലാം നമുക്കിനി നമ്മുടെ ഇഷ്ടത്തിന് സൈസ് എക്സ്പാൻഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ മൗസ് റോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ട്രാക്സും നമ്മൾ ഇതുപോലെ ഇഷ്ടത്തിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ട്രാക്സ് നമ്മുടെ ഇഷ്ടത്തിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ പാനൽ മിനിമൈസ് ചെയ്യാൻ നേരത്തെ എക്സ്പാൻഡ് ചെയ്ത സെയിം ബട്ടൺ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ബാക്കോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ പോകണമെങ്കിൽ നമ്മൾ കീബോർഡിൽ ആരോ കീസ് ഉപയോഗിച്ചാൽ മതി, റൈറ്റും ലെഫ്റ്റും. അപ്പോൾ നമുക്ക് ഓരോ ഫ്രെയിംസ് ബാക്ക്വേർഡും മുമ്പോട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് റൈറ്റ് ബട്ടൺ അല്ലെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ
5 ഫ്രെയിംസ് വെച്ചിട്ട് നമ്മൾ ബാക്കോട്ടോ അല്ലെങ്കിൽ മുമ്പോട്ടോ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ അപ്പ് ആരോയും ഡൗൺ ആരോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്ലിപ്പിലേക്ക് ഇതുപോലെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് ഓരോ പാനൽസിൻ്റെ ഷോർട്ട് കീ ആണ്. ഷിഫ്റ്റ് 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്ട് പാനൽ ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് 2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോഴ്സ് മോണിറ്റർ ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് 3 ടൈം ലൈന്, ഷിഫ്റ്റ് 4 പ്രോഗ്രാം മോണിറ്റർ, ഷിഫ്റ്റ് 5 എഫക്റ്റ് കൺട്രോൾ, ഷിഫ്റ്റ് 6 ഓഡിയോ ട്രാക്ക് മിക്സർ, ഷിഫ്റ്റ് 7 എഫക്ട്സ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വിൻഡോ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl W ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതേപോലെ നമ്മുടെ പ്രൊജക്റ്റ് മൊത്തം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl Shift W ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ എഡിറ്റിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്കിവിടെ കീബോർഡ് ലേഔട്ട് പ്രീസെറ്റ് കാണാം. അതിനകത്ത് നമുക്ക് ഫൈനൽ കട്ട് പ്രോൻ്റെ ഒക്കെ ലേഔട്ട് നമുക്ക് പ്രീമിയറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ടൂൾസിൻ്റെ ഒക്കെ ഷോർട്ട് കട്ട്സ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. നമുക്ക് അവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ട്സ് ഒക്കെ അറിയാനുണ്ടെങ്കിൽ അറിയാം. ഇനി നമുക്ക് ഏതെങ്കിലും ഷോർട്ട് കീസ് ചേഞ്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമുക്കിവിടെ കസ്റ്റം പ്രിസെറ്റ് ആയിട്ട് നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറേ ട്യൂട്ടോറിയൽസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.